മാരി സെൽവരാജിൻ്റെ ആ ഒരു ലൈഫ് ഇങ്ങനെ മുറിച്ചു വെച്ചല്ലോ തോന്നുന്നു. മലയാളികൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തമിഴ്നാട്ടിന് അത്രയും മലയാളികൾ ഏറ്റെടുക്കാൻ ചാൻസ് ഇല്ല. പൊളിറ്റിക്സ് മനസ്സിലാവുന്ന ആൾക്കാർ ഏറ്റെടുക്കുമായിരിക്കും. പക്ഷേ തമിഴ്നാട്ടുകാർ കുറച്ചുകൂടി ഏറ്റെടുത്തത് തമിഴ്നാട്ടിൻ്റെ കൾച്ചറും അവരുടെ എസൻസും ഉള്ളതുകൊണ്ടാണ്. ഇത് സിനിമയല്ല, ഞങ്ങളുടെയൊക്കെ സ്വന്തം ജീവിതത്തെയാണ് അത് അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല സ്റ്റോറിയായിരുന്നു. എക്സ്പെക്ടേഷനോടെ നല്ല കൂടുതലാണ്. നല്ല സ്റ്റോറിയായിരുന്നു. റിയൽ ഇൻസിഡൻ്റാണ് എടുത്തിട്ടുണ്ട്. കൊള്ളാം, സൂപ്പർ പടമാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീലിങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും. മാരി സെൽവരാജിൻ്റെ ആ ഒരു ലൈഫ് ഇങ്ങനെ മുറിച്ചു വെച്ചല്ലോ തോന്നും. അത് തന്നെ അവരുടെ ആ ഒരു ലൈഫാണ് കാണിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു ലൈഫ് നമുക്കിങ്ങനെ നേരെ കാണിച്ചു തരും. ആർക്കായാലും കണക്റ്റ് ആവും. ഇന്ന് ആൾക്കാരൊന്നൊന്നുമില്ല, ആര് പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിശപ്പ് അറിയുന്ന എല്ലാവർക്കും കണക്റ്റ് ആവും. അത് കണ്ടു നിറയും. കൊമേഴ്ഷ്യലൊന്നുമല്ല, കാണണം. പറയാൻ കണക്കിനൊന്നുമില്ല. ജീവിതത്തിൽ അടുത്തുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇങ്ങനെ പറയാനുള്ള ഒരു ഇതില്ല. ഇത് സിനിമയല്ല, സത്യത്തിൽ പറയുന്ന സിനിമയല്ല, ഞങ്ങളുടെയൊക്കെ സ്വന്തം ജീവിതത്തെയാണ് അത് അങ്ങനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഇതുവരെ മാറിയിട്ടില്ല. ഈ സംഭവം ഇപ്പോഴും ഞങ്ങളുടെ അവിടെ അങ്ങനെ തന്നെ നടക്കുന്നത്. ഇത് മരിക്കുന്നവർ അതുപോലെ തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ഇന്നും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലത്തെ ഒരു സിനിമയൊക്കെ വന്ന് ഒരു മാറ്റം കിട്ടും. കൊച്ചു പയ്യന്മാർ അവരുടെ അഭിനയം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അഭിനയമാണ്. സത്യത്തിൽ പറഞ്ഞാൽ അവരൊക്കെ സത്യത്തിൽ കുറേ സിനിമയിൽ അഭിനയിച്ചവർ ഇതുപോലെയാണ് അഭിനയിച്ചത്. കുഴപ്പമില്ല, നല്ല പടം. മെസ്സേജ് പാവപ്പെട്ട ആൾക്കാർ வாழை கொலையை சுமக்கிறது அங்கே போட்டு நல்ல மெசேஜ். செல்வராஜ் நல்ல இடத்து கஷ்டத்தை காணிக்க அത്രയും പള്ളിക്കൂട പിള്ളേരെ അമ്മയന്മാർ അച്ഛൻ കഷ്ടത്തെക്കാണ്ടി ജീവിക്കാണ്ടി. പൊളിറ്റിക്കലായിട്ടുള്ള മൂവിയാണ്. പിന്നെ ഭയങ്കര ഫസ്റ്റ് ഹാഫ് ലാഗൊന്നുമില്ല, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മൂവിയാണ്. അതുമാത്രമല്ല പൊളിറ്റിക്കലാണ്, ഒരു ഇൻ്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ്. ഒരു IFFK ഒക്കെ കാണുന്ന ഒരു സിനിമ പോലെ തന്നെ ഭയങ്കര സിംബോളിക് ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മാരി സെൽവരാജിൻ്റെ ലൈഫിൽ തന്നെ നടന്നൊരു സിനിമയാണ്. ഇത് പൊളിറ്റിക്കലാണ്. നമ്മളിപ്പോൾ കർണൻ അതുപോലെയൊക്കെ കണ്ട പോലെ തന്നെ പക്ക പൊളിറ്റിക്കലായിട്ടുള്ള മൂവിയാണ്. പക്ഷേ പൊളിറ്റിക്സ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു മൂവിയാണ്. പിന്നെ തമിഴ്നാടിൻ്റെ കൾച്ചറും കുറച്ചുകൂടെ അങ്ങനെ തമിഴ്നാടിൻ്റെ ഒരു കർണൻ ആ വൈബുള്ള ഒക്കെ മൂവി തന്നെയാണ്. പുള്ളിക്കാരുടെ അഭിനയം നല്ലതായിരുന്നു. മെയിനായിട്ട് ഒരു കുട്ടിക്കാലത്തെ പറ്റി പറയുന്നൊരു ഒരു കഥയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ തമിഴ്നാട്ടുകാരുടെ അവരുടെ ഒരു കൾച്ചറാണ്. അപ്പോൾ എന്താ പറയുക, മലയാളികൾ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തമിഴ്നാട്ടിന് അത്രയും മലയാളികൾ ഏറ്റെടുക്കാൻ ചാൻസ് ഇല്ല. പൊളിറ്റിക്സ് മനസ്സിലാവുന്ന ആൾക്കാർ ഏറ്റെടുക്കുമായിരിക്കും. പക്ഷേ തമിഴ്നാട്ടുകാർ കുറച്ചുകൂടി ഏറ്റെടുത്തത് തമിഴ്നാട്ടിൻ്റെ കൾച്ചറും അവരുടെ എസൻസും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ മലയാളികളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിനിമയില്ല. അതുകൊണ്ട് മലയാളികൾ അത്രത്തോളം ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന മാരി സെൽവരാജിൻ്റെ മൂവികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ മ്യൂസിക്കൊക്കെ ഭയങ്കര അടിപൊളിയാണ്. സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്, അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി എല്ലാം അടിപൊളിയാണ്. പിന്നെ ആ കുട്ടികൾ അഭിനയിച്ചേക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും നന്നായിട്ട് എടുത്തു പറയേണ്ടത്. പിന്നെ മാരി സെൽവരാജിൻ്റെ മേക്കിംഗ് അടിപൊളി.